സുപ്രീംകോടതിയിൽ സീനിയർ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ നിയമിക്കാനുള്ള കേരള സർക്കാർ തീരുമാനം ചട്ടലംഘനം. നിലവിൽ ചട്ടങ്ങളിലില്ലാത്ത പുതിയ തസ്തികയിലേക്കാണ് ചട്ടം ഭേദഗതി ചെയ്യാതെയുള്ള നിയമനം. ഇതോടെ ഹൈക്കോടതിക്ക് പിന്നാലെ സുപ്രീംകോടതി സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനവും വിവാദത്തിലായി. കഴിഞ്ഞ ദിവസം നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് സുപ്രീംകോടതിയിൽ സീനിയർ സ്റ്റാൻഡിംഗ് കൗൺസിലിന്റെയും 4 സ്റ്റാൻഡിംഗ് കൗൺസിൽ അംഗങ്ങളെയും നിയമിക്കാൻ തീരുമാനിച്ചത്. ആദ്യമായാണ് കേരളം സീനിയർ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ നിയമിക്കുന്നത്. എന്നാൽ നിലവിലെ ചട്ടം അനുസരിച്ച് സീനിയർ സ്റ്റാൻഡിംഗ് കൗൺസിൽ തസ്തികയില്ല. കേരള ഗവൺമെന്റ് ലോ ഓഫീസേഴ്സ് അപ്പോയിന്റ്മെന്റ് റൂൾസിൽ പേജ് 8 സുപ്രീം കോടതി സ്റ്റാൻഡിംഗ് കൗൺസിലിനെ കുറിച്ച് പറയുന്നത്. സീനിയർ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ പറ്റി ഈ റൂൾസിൽ പരാമർശമില്ല. സ്റ്റാൻഡിംഗ് കൗൺസിലിന് 65 വയസ്സ് പ്രായപരിധിയും നിഷ്കർഷിച്ചിട്ടുണ്ട്. സതീശൻ സർക്കാർ സീനിയർ സ്റ്റാൻഡിംഗ് കൗൺസിലെ നിയമിച്ച അഭിഭാഷകൻ രമേഷ് ബാബുവിന് ഇതിനോടടുത്ത് പ്രായമുള്ളത് കൊണ്ടാകാം പുതിയ തസ്തിക. നിലവിലെ റൂൾസ് ഭേദഗതി ചെയ്യാതെ ഇല്ലാത്ത പോസ്റ്റിൽ നിയമനം നടത്തിയത് ചട്ടലംഘനമാണ്. ഹൈക്കോടതിയിലെ നിയമന വിവാദത്തിന് പിന്നാലെയാണ് സുപ്രീംകോടതി നിയമനവും വിവാദത്തിലാകുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.